അമേരിക്കയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് കോളേജ് വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു വ്യക്തി തൻ്റെ കരിയർ ആരംഭിക്കുകയാണ്. വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ കണക്കറ്റ സ്വത്ത് സമ്പാദിക്കാനും ലോകത്തിലെ അതിസമ്പന്നരുടെയും ലോകത്തിലെ ഏറ്റവും ശക്തരായ നേതാക്കന്മാരുടെയും സെലിബ്രിറ്റികളുടെയും ഒക്കെ സൗഹൃദം സമ്പാദിക്കാനും നിയമവ്യവസ്ഥകൾക്ക് പോലും തൊടാൻ കഴിയാത്ത അത്രയും ഉയരത്തിലെത്താനും ഈ വ്യക്തിക്ക് പിന്നീട് സാധിക്കുകയാണ്. എന്നാൽ ഈ സുഖലോലുപതയിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ അയാൾക്ക് സാധിക്കുന്നില്ല. താൻ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ പേരിൽ പിന്നീട് ജയിലിൽ അടയ്ക്കപ്പെടുകയും അതേ ജയിൽ മുറിയിൽ വെച്ച് ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വരികയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥ പോലെ തോന്നുമെങ്കിലും ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിത കഥയാണിത്. 2019 ഇയാൾ മരണപ്പെട്ടുവെങ്കിലും ഇന്നും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മാധ്യമങ്ങളും സാധാരണക്കാരുമെല്ലാം ഇയാളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇയാളുടെ ഭാഗമായിട്ടുള്ള എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ? എന്താണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത്? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഈ വീഡിയോയിൽ കൂടുതലും സംസാരിക്കുന്നത് ലോകത്തിലെ അതിസമ്പന്നരായ, അതായത് പണത്തിനൊന്നും യാതൊരു വിലയുമില്ലാത്ത ആളുകളെക്കുറിച്ചാണ്. എന്നാൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പണത്തിന് വിലയുണ്ട് എന്ന് മാത്രമല്ല, ഒരു അസുഖം വന്ന് കുറച്ചു കാലം ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൽ പോലും ആശുപത്രി ബില്ലുകൊണ്ട് തന്നെ കടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ആളുകളാണ്. അപ്പോൾ ഇതെല്ലാവർക്കും സംഭവിക്കാം, കാരണം ആ രീതിയിലാണ് ഹോസ്പിറ്റൽ ബില്ലുകൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ള ഒരു കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് കൃത്യമായിട്ട് എടുത്തു വെച്ചിരിക്കണം. നിങ്ങൾക്ക് ഒറ്റ സ്ക്രീനിൽ തന്നെ വിവിധ കമ്പനികളെ കമ്പയർ ചെയ്തുകൊണ്ട് യോജിക്കുന്ന പ്ലാൻ എടുക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എടുക്കുന്നവർക്ക് ഒരു 25% വരെയൊക്കെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. 400 മുതൽ 500 രൂപ വരെയൊക്കെയുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 കോടിയുടെ വരെ കവറേജുള്ള പ്ലാനുകൾ ഇവിടെ ലഭ്യമാണ്. ഇപ്പോൾ ഡയബറ്റീസ്, തൈറോയിഡ് ഇഷ്യൂസ്, BP, ആസ്മ പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് 1ാമത്തെ ദിവസം മുതൽ കവറേജ് ലഭിക്കുന്ന പ്ലാനുകളും ലഭ്യമാണ്. ഇനി പ്രവാസികൾക്കൊക്കെ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാൾ 35% ചിലവ് കുറച്ച് നാട്ടിൽ നിന്ന് ഈ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ഇനി ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ 30 മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ക്ലെയിം സപ്പോർട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നാളേക്ക് വെക്കേണ്ട കാര്യമല്ല, മാർച്ച് മാസമൊക്കെ വരികയാണ്. ടാക്സ് ഇളവുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പം തന്നെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീച്ചറുകൾ ആഡ് ചെയ്ത്, ഇപ്പോൾ റൂം റെൻറ്റ് ലിമിറ്റ് ഇല്ലാത്തത് വേണോ, അൺലിമിറ്റഡ് കവറേജ് ഉള്ള പ്ലാൻ വേണോ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ ചൂസ് ചെയ്തോളൂ. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് ഏതൊരാൾക്കും ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യം തന്നെ ആരായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണ അമേരിക്കൻ കുടുംബത്തിൽ ജനിച്ച് കുറച്ചു കാലം പഠിച്ചുവെങ്കിലും കോളേജ് വിദ്യാഭ്യാസമൊന്നും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഇദ്ദേഹത്തിന് ആദ്യം ലഭിക്കുന്ന ജോലി എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ ഡാൾട്ടൺ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ അതിസമ്പന്നരുടെയൊക്കെ മക്കൾ പഠിക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിൽ മാത്സ്, ഫിസിക്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി ജോലി കിട്ടുകയാണ്. ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഇയാൾക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് എങ്ങനെയാണ് എന്ന് ഇന്നും വ്യക്തമല്ല. കുറച്ചു കാലം സ്കൂളിൽ ജോലി ചെയ്തതിന് ശേഷം ഇയാൾ അമേരിക്കയിലെ വാൾ സ്ട്രീറ്റിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കായിട്ടുള്ള ബെയർ സ്റ്റേൺസിൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറായി ജോലിയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജോലിക്ക് ആവശ്യമായ വിദ്യാഭ്യാസമോ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിക്ക് ഇത്രയും പ്രസിദ്ധമായ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ളത് മറ്റൊരു നിഗൂഢതയാണ്. പക്ഷേ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ തൻ്റെ 20കളിൽ തന്നെ ആ കമ്പനിയുടെ ഒരു ലിമിറ്റഡ് പാർട്ട്ണറായി മാറാൻ അയാൾക്ക് സാധിക്കുന്നു എന്ന് മാത്രമല്ല, വർഷത്തിൽ 1 മില്യണെങ്കിലും സമ്പാദിക്കുന്ന ക്ലയൻറ്റുകൾക്ക് മാത്രമാണ് ഇയാൾ അഡ്വൈസിങ് നൽകിയിരുന്നത്. അപ്പോൾ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ ഒരുപാട് സമ്പന്നരുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, 1988 ജെഫ്രി എപ്സ്റ്റീൻ ആൻഡ് കോ എന്ന പേരിൽ സ്വന്തമായിട്ടുള്ളൊരു സ്ഥാപനം ഇയാൾ ആരംഭിക്കുകയാണ്. വളരെ എലീറ്റായിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അതിസമ്പന്നർക്ക് മാത്രമാണ് ഇവർ സേവനങ്ങൾ നൽകിയിരുന്നത്. ചില സ്ഥലങ്ങളിൽ പറയുന്നത് മിനിമം $1 ബില്യൺ നെറ്റ് വർത്തുള്ള ക്ലയൻസ് മാത്രമായിരുന്നു ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നത് എന്നാണ്. അപ്പോൾ ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇത്രയധികം വളർച്ചയുണ്ടാവുന്ന, അല്ലെങ്കിൽ സ്വപ്ന തുല്യമായിട്ടുള്ളൊരു വളർച്ച അച്ചീവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മാധ്യമ ശ്രദ്ധ കിട്ടുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇയാളെക്കുറിച്ചുള്ള പ്രൊഫൈലുകളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി പല ജേർണലിസ്റ്റുകളും പല തരത്തിലുള്ള അന്വേഷണങ്ങളും നടത്തുന്നുണ്ടെങ്കിലും ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് പല നിഗൂഢതകളും പല മിസ്റ്ററികളുമാണ് ആളുകൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഇയാൾ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റി ഡീലേഴ്സിൽ ഈ ബെയർ സ്റ്റേൺസിൽ ഇയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ അങ്ങനെ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരാൾ ജോലി ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരു റെക്കോർഡും ഇല്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, 2019 ഇയാളുടെ ഒരു വീട് പോലീസ് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിടിച്ചെടുത്ത ഒരു പാസ്പോർട്ട്, 1988 വരെ ഇയാൾ ഉപയോഗിച്ച പാസ്പോർട്ട് ഒരു ഫേക്ക് ഓസ്ട്രിയൻ പാസ്പോർട്ടായിരുന്നു.
സൗദി അറേബ്യയിലാണ് താൻ ജീവിക്കുന്നത്, താനൊരു ഓസ്ട്രിയൻ പൗരനാണ് എന്ന് പറഞ്ഞ് തൻ്റെ ഫോട്ടോയും മറ്റൊരാളുടെ പേരും വെച്ചിട്ടുള്ള ഈ പാസ്പോർട്ട് പല യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടും ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. അപ്പോൾ അനധികൃത മാർഗ്ഗങ്ങളിലൂടെ പോലും തൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആളാണ് ഈ എപ്സ്റ്റീൻ എന്ന ആളുകൾക്ക് മനസ്സിലാവുകയാണ്. ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിഗൂഢതകൾ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ഇയാളുടെ ജെഫ്രി എപ്സ്റ്റീൻ ആൻഡ് കോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു ക്ലയൻ്റ് ആയിരുന്നു ലെസ്ലി വെക്സ്നർ എന്ന് പറയുന്നത്. വിക്ടോറിയ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലോകപ്രസിദ്ധമായ ബ്രാൻഡിൻ്റെ ഫൗണ്ടറാണ് ഇദ്ദേഹം. ഈ ലെസ്ലി വെക്സ്നർ തൻ്റെ എല്ലാ ഫൈനാൻസിൻ്റെയും മുഴുവൻ പവർ ഓഫ് അറ്റോർണിയും ജെഫ്രി എപ്സ്റ്റീന് കൈമാറുന്നു എന്ന് മാത്രമല്ല, ന്യൂയോർക്കിലുള്ള മില്യൺ കണക്കിന് മൂല്യമുള്ള തൻ്റെ ഒരു മാൻഷൻ ഒറ്റ പൈസ വാങ്ങിക്കാതെ ഇയാൾക്ക് കൊടുക്കുകയും തൻ്റെ പ്രൈവറ്റ് ജെറ്റുകളും മറ്റു പല കാര്യങ്ങളും ഇയാൾക്ക് ദാനമായി നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലെല്ലാം ഒരുപാട് നിഗൂഢതകളിലൂടെ കണക്കറ്റ സ്വത്ത് സമ്പാദിക്കുകയാണ് ജെഫ്രി എപ്സ്റ്റീൻ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, അതേസമയം ലോകത്തിലെ അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ, ലോകത്തിലെ അതിശക്തരായിട്ടുള്ള നേതാക്കന്മാർ, സെലിബ്രിറ്റികൾ, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സൗഹൃദമുണ്ടാക്കാനും ആ സൗഹൃദം കാത്തു സൂക്ഷിക്കാനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വളരെ ലാവിഷായിട്ടുള്ള, വളരെ എക്സ്ട്രാവഗൻ്റ് ആയിട്ടുള്ള പാർട്ടികളും ആഘോഷങ്ങളും ഒക്കെ നടത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള പാർട്ടികളും ആഘോഷങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ പിന്നീട് ഉയർന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അണ്ടർ ഏജ് ആയിട്ടുള്ള, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇത്തരം പാർട്ടികൾക്ക് വേണ്ടി പലതരത്തിൽ ഇയാൾ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നാണ്. മാത്രമല്ല ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സെക്സ് ട്രാഫിക്കിങ്ങും ഇയാളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല മാധ്യമപ്രവർത്തകരും സ്വതന്ത്രമായ അന്വേഷണങ്ങൾ നടത്തുകയും അവരുടെ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് നേരെയും ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെയും വലിയ രീതിയിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നു. ഈ മാധ്യമ സ്ഥാപനങ്ങളൊന്നും ഈ വാർത്തകൾ പുറത്തു വിടുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ താൻ എന്ത് ചെയ്താലും തന്നെ ആർക്കും ഒന്ന് തൊടാൻ പോലും കഴിയുകയില്ല എന്നുള്ളൊരു വലിയ ആത്മവിശ്വാസം ഇയാളുടെ ഉള്ളിലേക്ക് വരികയും അയാൾ ചെയ്തിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ലാവിഷായിട്ട്, കുറച്ചുകൂടി എക്സ്ട്രാവഗൻ്റായിട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ന്യൂയോർക്കിലും അതുപോലെ തന്നെ ഫ്ലോറിഡയിലുമൊക്കെ ഇയാൾക്ക് വലിയ മണി മാളികകളുണ്ട്. എന്നാൽ അതിന് പുറമെ ഈ കരീബിയൻസിലെ US വിർജിൻ ഐലൻഡ്സിലെ ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡ് മുഴുവനായി ഇയാൾ വിലയ്ക്ക് വാങ്ങുകയും തൻ്റെ പ്രൈവറ്റ് ഐലൻഡാക്കി മാറ്റുകയും അവിടെ ധാരാളം മാൻഷനുകളും വില്ലകളും അതുപോലെ തന്നെ പ്രൈവറ്റ് ബീച്ചുകളും ഒക്കെ സെറ്റ് ചെയ്യുകയും അങ്ങോട്ടേക്ക് ഇയാളുടെ അതിഥികളെ വിളിച്ചു വരുത്തി അവർക്ക് വലിയ സൽക്കാരങ്ങളും പാർട്ടികളും അവരുടെ പേരിലുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന അതിഥികളെ സംബന്ധിച്ചിടത്തോളം പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ, യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ, സമ്പൂർണ്ണമായിട്ടുള്ള പ്രൈവസിയിൽ, സമ്പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും ഇയാൾ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെയും മറ്റും ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഒരു ചൂഷണം പെൺകുട്ടികൾക്കെതിരെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും പുറം ലോകം അറിയുന്നില്ല. എന്നാൽ ഈ സാഹചര്യത്തിന് 2005 ഒരു മാറ്റമുണ്ടാവുകയാണ്. 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അവളുടെ മാതാപിതാക്കളും ഫ്ലോറിഡയിലെ പാം ബീച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായിട്ടെത്തുകയാണ്. ഈ പെൺകുട്ടിയുടെ ഒരു സുഹൃത്തിന് അവിടുത്തെ ഒരു ബംഗ്ലാവിൽ ജോലി ലഭിക്കുന്നു. അപ്പോൾ ഒപ്പം പോവുകയാണെങ്കിൽ ദിവസം $200 മുതൽ $300 വരെ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി സുഹൃത്തിനോടൊപ്പം ആ ബംഗ്ലാവിൽ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ബംഗ്ലാവിൻ്റെ ഉടമ, അല്ലെങ്കിൽ ഇവരുടെ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ജെഫ്രി എപ്സ്റ്റീൻ ആണ് എന്ന്. അയാൾ ഈ പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ഈ പെൺകുട്ടിയും മാതാപിതാക്കളും ആ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർ ഏജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ലോകത്തെ എല്ലായിടത്തും, പ്രത്യേകിച്ച് അമേരിക്കയിലും വലിയൊരു കുറ്റമാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഉണ്ടാവുകയാണ്. അപ്പോൾ പരാതി കൊടുത്ത ഈ പെൺകുട്ടിയോട് ഇതുപോലത്തെ അനുഭവങ്ങൾ നേരിട്ട മറ്റ് പെൺകുട്ടികളെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി 2 പെൺകുട്ടികളുടെ പേര് പറയുകയാണ്. ആ പെൺകുട്ടികളുടെ അടുത്ത് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ അവരും ഇതുപോലെ മറ്റ് 2 പെൺകുട്ടികളുടെ പേര് പറയുകയാണ്. അപ്പോൾ ഇതുപോലെ ഇയാളുടെ ഇരകളാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് എന്ന് ഈ പോലീസുകാർ മനസ്സിലാക്കുകയും ഈ അന്വേഷണം വ്യാപിക്കുകയും 35ഓളം പെൺകുട്ടികളെ തിരിച്ചറിഞ്ഞ് അന്വേഷണം വലിയ രീതിയിൽ ഇവർ വ്യാപിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു രഹസ്യം, അല്ലെങ്കിൽ ഒരു പാറ്റേൺ വെളിവാക്കപ്പെടുകയും ചെയ്യുകയാണ്. 12നും 14നും ഇടയിൽ പ്രായമുള്ള, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട, സമൂഹത്തിൽ നിന്നും ചൂഷണം അനുഭവിക്കുന്ന, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത പെൺകുട്ടികളെ ജോലി കൊടുക്കാം, വലിയ പ്രതിഫലം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി വലിയ രീതിയിൽ ചൂഷണം ചെയ്യുകയും പീഡനത്തിന് ഇരയാക്കുകയും ചെയ്യുകയാണ് എന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇത് വലിയൊരു ക്രൈമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഈ അന്വേഷണത്തിൻ്റെ രീതി മാറുകയാണ്. FBI പോലെയുള്ള ഏജൻസികളും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകുന്നു. പക്ഷേ ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പലതരത്തിൽ പല സ്ഥലത്തു നിന്നും തടസ്സങ്ങൾ നേരിടുകയാണ്.
എന്നാൽ ഈ തടസ്സങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. ഈ എപ്സ്റ്റീൻ്റെ ഈ പറഞ്ഞിട്ടുള്ള പാം ബീച്ചിലെ മാൻഷൻ അവർ സെർച്ച് ചെയ്യുന്നു. ആ സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്. ഈ മാൻഷനിലെ ഓരോ മുക്കും മൂലയും എപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ഓഡിയോയും വീഡിയോയും എല്ലാം എല്ലാ സമയത്തും റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സിസ്റ്റങ്ങളും ചില വയറുകളും ഒക്കെ ഇവർ കണ്ടെത്തുകയാണ്. പക്ഷേ ഈ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന ഉപകരണങ്ങൾ ഈ പോലീസ് എത്തുന്നതിന് മുന്നേ അവിടെ നിന്ന് മാറ്റിയിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ജെഫ്രി എപ്സ്റ്റീനെതിരെയുള്ള പല കൃത്യമായ തെളിവുകളും പോലീസ് ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല കേസുകളും ചാർജ് ചെയ്ത് ഈ കേസുകളെല്ലാം കോടതിക്ക് മുന്നിലെത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ കേസുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കുന്നതിനുള്ള വകുപ്പുകളാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. എങ്കിലും കേസ് കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ ജെഫ്രി എപ്സ്റ്റീന് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് വെറും 13 മാസമാണ്. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഈ കേസ് വാദിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ് അഡ്വക്കേറ്റാണ്, അല്ലെങ്കിൽ ഫെഡറൽ അറ്റോർണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഈ ഫെഡറൽ അറ്റോർണിയും ജെഫ്രി എപ്സ്റ്റീൻ്റെ അഡ്വക്കേറ്റ്സും തമ്മിൽ ഒരു സ്വകാര്യമായിട്ടുള്ള ഡീൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഡീൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എപ്സ്റ്റീനെതിരെ ഒരുപാട് വകുപ്പുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സോളിസിറ്റേഷൻ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറ്റിൽ മാത്രം താൻ തെറ്റുകാരനാണ് എന്ന് ഇയാൾ സമ്മതിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗിൽട്ടി ആണ് എന്ന് ഇയാൾ സമ്മതിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ വകുപ്പുകളും ഒഴിവാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ബാക്കി എല്ലാ ചാർജുകളിൽ നിന്നും ഇയാൾക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടും എന്ന് മാത്രമല്ല, ഫെഡറൽ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ FBI പോലെയുള്ള ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്നും ഇയാൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുമെന്നുള്ളൊരു ഡീലാണ് ഈ ഫെഡറൽ അറ്റോർണിയുടെയും ഇയാളുടെ അഡ്വക്കേറ്റ്സിൻ്റെയും ഇടയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും സ്വീറ്റസ്റ്റ് ഡീൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു സീക്രട്ട് ഡീലായിരുന്നു, അല്ലെങ്കിൽ ഒരു സീൽഡ് ഡീലായിരുന്നു. ഈ കേസിൽ ഇരകളാക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളുടെയൊക്കെ അടുത്ത് നിന്നും ഈ ഒരു ഡീല് മറച്ചു വെച്ചു എന്ന് മാത്രമല്ല, ഈ ഡീലിൻ്റെ ഭാഗമായിട്ട് ജെഫ്രി എപ്സ്റ്റീന് കോടതി 2008 വെറും 18 മാസം തടവ് മാത്രമാണ് ശിക്ഷിച്ചത്. ഇനി അയാളുടെ ജയിൽവാസം എങ്ങനെയായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, ഒരു VVIP തടവുകാരൻ്റെ പരിരക്ഷയായിരുന്നു അയാൾക്ക് ലഭിച്ചിരുന്നത്. അയാളുടെ സെല്ലിൻ്റെ ഡോറ് ഒരിക്കൽ പോലും അടച്ചിരുന്നില്ല എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇയാൾക്ക് ഒരു വർക്ക് റിലീസ് കിട്ടുകയാണ്. അതായത് ആഴ്ചയിൽ 6 ദിവസം ഓരോ ദിവസവും 12 മണിക്കൂർ വെച്ച് തൻ്റെ ജോലിക്ക് പോകാനുള്ള അനുവാദം കൊടുക്കുന്നു. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാൾ തൻ്റെ ലക്ഷറി ഓഫീസിൽ ജോലിക്ക് എന്ന് പറഞ്ഞു പോകുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഒരു ഹോട്ടൽ, താമസിക്കുന്ന ഒരു ഹോട്ടലിൽ വന്ന് കിടക്കുന്നത് പോലെ തുറന്നിട്ട് ഒരു ജയിലിൽ വന്ന് സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടി ഇയാൾ താമസിക്കുകയും ചെയ്യുന്നു. എന്ന് മാത്രമല്ല, 18 മാസമാണ് ഇയാൾക്ക് ശിക്ഷ വിധിച്ചിരുന്നതെങ്കിലും 13 മാസങ്ങൾക്ക് ശേഷം ഒരു എയർലി റിലീസ് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി എത്ര കുറ്റകൃത്യങ്ങൾ ചെയ്താലും ജെഫ്രി എപ്സ്റ്റീൻ എന്ന വ്യക്തിക്ക് മുന്നിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ പോലും തലകുനിച്ച് നിൽക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. പക്ഷേ അയാളുടെ ഫ്രണ്ട് സർക്കിളിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നു. ഇത്രയും വലിയൊരു ഒഫൻഡറാണ്, ഒരു സെക്സ് ഒഫൻഡർ ആയിട്ടുള്ള ആളുടെ അടുത്ത് നിന്നും പല ആളുകളും സൗഹൃദം ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. എന്നാൽ ഒരുപാട് ആളുകളും അയാളുമായിട്ടുള്ള സൗഹൃദം പിന്നീടും തുടർന്നു എന്നാണ് പല രേഖകളും വെളിവാക്കുന്നത്. എന്നാൽ സമൂഹത്തിൽ ഇയാൾക്ക് വലിയൊരു ചീത്തപ്പേരുണ്ടാവുകയാണ്. അതൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾ ഒരു PR ടീമിനെ തന്നെ നിയോഗിക്കുകയും അവരുടെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള PR ആക്ടിവിറ്റികൾ മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ക്യാൻസർ റിസർച്ച് പോലെയുള്ള പല സയൻറ്റിഫിക് റിസർച്ചുകൾക്കും വേണ്ടിയിട്ട് ഇയാൾ ഒരുപാട് ഡൊണേഷൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ പല ചാരിറ്റികൾക്കും വേണ്ടിയിട്ട് ഡൊണേഷൻസ് കൊടുക്കുന്നു. ചാരിറ്റികൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് റൈസേഴ്സ് നടത്തുന്നു. അപ്പോൾ ഈ രീതിയിലെല്ലാം ഒരു PR വർക്ക് നടക്കുന്നത് കാണാം. എന്നാൽ ഇതേ സമയത്ത് ഇയാൾക്കെതിരെ ഒരു അന്വേഷണം ന്യൂയോർക്ക് പോലീസിൻ്റെയും അതുപോലെ തന്നെ FBI ഒക്കെ ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പല മാധ്യമപ്രവർത്തകരുടെയും ഭാഗത്ത് നിന്ന് സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം ഇയാളുടെ കേസുകൾക്കെതിരെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകയാണ് ജൂലി ബ്രൗൺ എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള അന്വേഷണം ഇയാൾക്കെതിരെ നടത്താനും ഇയാളുടെ ഇരകളായിട്ടുള്ള 80ഓളം പെൺകുട്ടികളെ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനും ഇയാൾക്കെതിരെയുള്ള ഒരുപാട് തെളിവുകൾ ശേഖരിക്കാനും അവർക്ക് സാധിക്കുന്നു എന്ന് മാത്രമല്ല, പെർവേർഷൻ ഓഫ് ജസ്റ്റിസ് എന്ന പേരിൽ ഈ ജെഫ്രി എപ്സ്റ്റീനെതിരെയുള്ള എല്ലാ തെളിവുകളും ഒരു ബുക്കായിട്ട് അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും തെളിവുകളും ഒക്കെ പുറത്തു വന്നതോടുകൂടി അമേരിക്കൻ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും അവിടുത്തെ അന്വേഷണ ഏജൻസികൾക്കെതിരെയും അവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം FBI പോലെയുള്ള ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിൻ്റെ എല്ലാം ഭാഗമായി 2019 ജൂലൈ മാസത്തിൽ ഇയാളെ ഒരു അമേരിക്കൻ എയർപോർട്ടിൽ വെച്ച് FBI അറസ്റ്റ് ചെയ്യുകയും ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ അറസ്റ്റ് നടന്ന് വെറും 1 മാസത്തിനുള്ളിൽ അന്വേഷണങ്ങളൊക്കെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇയാൾ സ്വന്തം ജയിൽ മുറിക്കുള്ളിൽ ആത്മഹത്യ ചെയ്യുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ഇയാൾ സ്വന്തം ജയിൽ മുറിയിലെ ബെഡ്ഷീറ്റുകൾ ഉപയോഗിച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി പല സംശയങ്ങളും ഉയർന്നു വരികയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ എപ്സ്റ്റീനെ പാർപ്പിച്ചിരുന്ന ആ ഒരു മുറിയുടെ അടുത്ത്, അല്ലെങ്കിൽ ആ ഒരു സെല്ലിൻ്റെ അടുത്തുണ്ടായിരുന്ന CCTV ക്യാമറകൾ ആ സമയത്ത് കൃത്യമായി വർക്ക് ചെയ്തിരുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആ സെല്ലിൻ്റെ അടുത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓഫീസർമാർ ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്നു.
അപ്പോൾ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ഹൈ പ്രൊഫൈൽ പ്രിസണറായിരുന്ന ഇയാളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വീഴ്ചകൾ നടക്കുകയും ആ വീഴ്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ ഇയാൾ സ്വന്തം ജയിൽ മുറിയിൽ ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള ദുരൂഹതകളും ഉയർന്നു വരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള കോൺസ്പിരസി തിയറികളും ഉയർന്നു വരികയാണ്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇയാളുടെ വീടുകളിലെല്ലാം ഓഡിയോയും വീഡിയോയും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പല സംവിധാനങ്ങളും ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൂടെ പല ഹൈ പ്രൊഫൈലായിട്ടുള്ള ആളുകൾ, ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ, അതിസമ്പന്നരായിട്ടുള്ള ആളുകളെയൊക്കെ ഇയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നും ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ കുടുങ്ങുമെന്നും അവരുടെ അനുവാദത്തോടു കൂടി ഇയാളെ കൊലപ്പെടുത്തിയതാണെന്നൊക്കെയുള്ള കോൺസ്പിരസി തിയറികൾ പരക്കുകയാണ്. പക്ഷേ 2019 ഇയാളുടെ മരണം നടന്ന് കുറച്ച് കാലത്തിന് ശേഷം ഈ വാർത്തകളും ഈ കോൺസ്പിരസി തിയറികളും ഒക്കെ കെട്ടടങ്ങുകയാണ്. എന്നാൽ പിന്നീട് കുറേ കാലത്തിന് ശേഷം എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വീണ്ടും ഉയർന്നു വരികയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് വേറെ ആരുമല്ല, ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഈ എപ്സ്റ്റീൻ ഫയൽസിനെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എപ്സ്റ്റീൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുന്ന തെളിവുകളെ, ധാരാളം തെളിവുകളുണ്ട് അതിനകത്ത്. ഇമെയിലുകളുണ്ട്, അതുപോലെ തന്നെ വീഡിയോകളുണ്ട്, ഫോട്ടോകളുണ്ട്, മറ്റ് ഡോക്യുമെൻറ്റുകളുണ്ട്, ആളുകൾ കൊടുക്കുന്ന ടിപ്പുകളുണ്ട്, അവരെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ കിട്ടുന്ന ട്രാൻസ്ക്രിപ്റ്റുകളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രംപ് ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ബിൽ ക്ലിൻ്റനെ പോലെയുള്ള ആളുകളൊക്കെ ഈ എപ്സ്റ്റീൻ്റെ സൗഹൃദ വലയത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എപ്സ്റ്റീനെ കൊലപ്പെടുത്തിയത് എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുറത്തു വന്നു കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് ഒരുപാട് ആളുകളെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ബൈഡൻ സർക്കാരൊക്കെ ഈ എപ്സ്റ്റീൻ ഫയൽസ് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് എന്നും താൻ ജയിച്ച് പ്രസിഡൻ്റായി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വിടുമെന്നുള്ളൊരു വലിയ പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്ന് മാത്രമല്ല, ഇതിന് ട്രംപിന് വലിയൊരു സപ്പോർട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നു. പക്ഷേ ട്രംപ് ജയിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. അമേരിക്കയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഒരിക്കലും ഈ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടാൻ പറ്റുകയില്ല എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് പിന്നീടൊരു ചോദ്യം ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ബോറിംഗ് സംഭവമാണ്, ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്, അതുകൊണ്ട് എപ്സ്റ്റീൻ ഫയൽസിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കേണ്ട എന്നൊരു ഒഴുക്കൻ മറുപടി ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ പല ആളുകളും, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ സപ്പോർട്ടേഴ്സ് പോലും എന്തുകൊണ്ട് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വിടുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം ഉന്നയിക്കുകയും ഇത് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമാവുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആദ്യകാലത്ത് ട്രംപിൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ഇലോൺ മസ്ക് പോലും ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് എപ്സ്റ്റീൻ ഫയൽസിൽ ഉള്ളതുകൊണ്ടാണ് അയാളിത് പുറത്തു വിടാത്തത് എന്നുള്ളൊരു ട്വീറ്റ് ചെയ്യുകയും പിന്നീട് ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരിക്കൽ കെട്ടടങ്ങിയൊരു വിഷയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ട്രംപ് ഉയർത്തിക്കൊണ്ടുവരികയും അത് പിന്നീട് പുറത്തുവിടാതെ, അല്ലെങ്കിൽ അതിനകത്തൊരു യു ടേൺ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഈ ഒരു വിഷയം വീണ്ടും ചർച്ചയാവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഏത് വിധേനയും ഈ ഫയൽസ് പുറത്തു വിട്ടേ മതിയാവൂ എന്ന് പറഞ്ഞ് വലിയൊരു പ്രതിഷേധം അമേരിക്കയിൽ ആകെ അലയടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ കോൺഗ്രസ് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് എന്ന് പറഞ്ഞുള്ളൊരു നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊരു ബില്ല് അവിടുത്തെ കോൺഗ്രസ്സിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ട്രംപിൻ്റെ സപ്പോർട്ടേഴ്സൊക്കെ ഇതിനെ എതിർക്കുമെന്നാണ് ആളുകൾ വിചാരിച്ചിരുന്നത്. എങ്കിലും ഒന്നിനെതിരെ 427 വോട്ടുകൾക്ക് അമേരിക്കൻ കോൺഗ്രസ്സിൽ ഈ ബില്ല് പാസ്സാവുകയും അങ്ങനെ ഈ നിയമം നിലവിൽ വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഈ നിയമത്തിൽ പറയുന്നത് ഈ നിയമം നിലവിൽ വന്ന് 30 ദിവസത്തിനുള്ളിൽ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും പുറത്തുവിടണമെന്നാണ്. അപ്പോൾ ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ഫയലുകളൊന്നും പുറത്തു വന്നില്ല എങ്കിലും ഈ കഴിഞ്ഞ ജനുവരി 30 എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്, കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 3 മില്യൺ പേജുകൾ, 30 ലക്ഷം പേജുകൾ വരുന്ന ഡോക്യുമെൻറ്റ് പബ്ലിസൈസ് ചെയ്യുകയാണ്. അതിനകത്ത് ഏകദേശം 2000 വീഡിയോകളും 1,80,000-ലധികം ഫോട്ടോകളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഡോക്യുമെൻറ്റിലെ പല ഭാഗങ്ങളും ഹെവിലി റിഡാക്റ്റഡ് ആണ് എന്ന് കാണാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ലൈനുകൾ, ചില വാക്കുകൾ, ചില സെൻറ്റൻസുകൾ, ചില ഫോട്ടോകളുടെ ചില ഭാഗങ്ങളൊക്കെ ബ്ലാക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടുത്തെ വിക്ടിംസിനെ, ഇവിടുത്തെ ഇരകളുടെ പ്രൈവസി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് പറയുന്നത്. പക്ഷേ പല സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനും പുറത്തു പോകാതിരിക്കാൻ അവരിത് മനഃപൂർവ്വം ചെയ്തതാണ് എന്നുള്ളൊരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പുറത്തു വന്നതോടുകൂടി ഇതിനകത്ത് പല ആളുകളുടെയും പേരുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട പേരുകൾ ആരുടെയൊക്കെയാണെന്ന് നോക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എപ്സ്റ്റീൻ ഫയൽസിൽ ഒരാളുടെ പേര് വന്നിട്ടുണ്ട്, പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം അയാൾ പ്രതിയാകണമെന്നോ അല്ലെങ്കിൽ എപ്സ്റ്റീനെ സഹായിച്ചു എന്നോ ഈ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പല മൊഴികൾ, പല ടിപ്പുകൾ, പല ഇമെയിലുകൾ, പല ട്രാൻസ്ക്രിപ്റ്റുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തെളിവുകളുടെ ഭാഗമായിട്ടുള്ള പേരുകളും കാര്യങ്ങളുമൊക്കെ ഈ ഡോക്യുമെൻറ്റിലുണ്ട്. പക്ഷേ ഇതിനകത്ത് പരാമർശിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പേര് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്.
ഏകദേശം 1600 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എപ്സ്റ്റീനോടൊപ്പമുള്ള ഏകദേശം 8 ഫ്ലൈറ്റ് റെക്കോർഡുകളൊക്കെ ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഒരു കാലത്ത് താനും എപ്സ്റ്റീനും വലിയ സുഹൃത്തുക്കളായിരുന്നു, എന്നാൽ ദശാബ്ദങ്ങൾക്ക് മുന്നേ ആ സൗഹൃദം ഞാൻ ഉപേക്ഷിച്ചു എന്നും മാത്രമല്ല ഈ എപ്സ്റ്റീൻ ഫയൽസിൽ തൻ്റെ പേര് പരാമർശിക്കുന്ന ഒരാളും ഒരു സ്ഥലത്തും തനിക്കെതിരെ ഒരാരോപണവും ഉന്നയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മറുപടിയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇനി ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മറ്റ് ചില പ്രധാനപ്പെട്ട പേരുകൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ബിൽ ക്ലിൻ്റൺ, അതുപോലെ തന്നെ ലോകത്തിലെ അതിസമ്പന്നരായിട്ടുള്ള ഇലോൺ മസ്ക്, റിച്ചാർഡ് ബ്രാൻസൺ, ബിൽ ഗേറ്റ്സ്, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ പ്രിൻസ് ആൻഡ്രൂ, ഇങ്ങനെ പലരുടെയും പേരുകൾ പല സ്ഥലത്തും പരാമർശിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ പേരുകളും അത് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ ഈ ഒരു വീഡിയോ മതിയാകാതെ വരും. ഞാൻ പറഞ്ഞതുപോലെ വളരെ ബൃഹത്തായിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണിത്. ഇനി ഇന്ത്യയിൽ ഈ വാർത്തയ്ക്ക് വലിയ രീതിയിലുള്ള പ്രചാരം കിട്ടുന്നത് ജനുവരി 30 പ്രസിദ്ധീകരിച്ച എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ടൊന്നും അല്ല നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, മറിച്ച് 2017 എപ്സ്റ്റീൻ അയച്ച ഒരു ഇമെയിലിലാണ് എന്ന് കാണാം. ആ ഇമെയിലിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ താൻ നരേന്ദ്രമോദിക്ക് കൊടുത്ത അഡ്വൈസ് പ്രകാരം അദ്ദേഹം ഇസ്രായേലിൽ പോയി താൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു എന്നും അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇഷ്ടമായി എന്നുമുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് കാര്യങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ പുറത്തു വന്ന ഉടനെ തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത് കൺവിക്റ്റഡ് ക്രിമിനലായിട്ടുള്ള ഒരാളുടെ, ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കുറ്റവാളിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ചില ജൽപ്പനങ്ങൾ മാത്രമാണ് എന്നുള്ള മറുപടിയാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം കൊടുത്തിട്ടുള്ളത്. സോ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണ്? എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകളുടെ യാഥാർത്ഥ്യം എന്താണ്? ഈ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മുടെയൊക്കെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. 1-2 അല്ല 50-60 ലക്ഷം വരെ ഹോസ്പിറ്റൽ ബില്ലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ നമ്മൾ സമ്പാദിച്ചു വെച്ച സ്വത്ത് മുഴുവൻ നഷ്ടമായി പോകാതിരിക്കാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ വിവിധ കമ്പനികളുടെ പ്ലാനുകൾ കമ്പയർ ചെയ്തെടുക്കാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.